അഭ്യുന്നതനായ അധ്യക്ഷൻ ശ്രീ വൈ വിജയൻ അവർക്ക് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശ്രീ എസ് ജയചന്ദ്രൻ നായർ, ശ്രീമതി പി എസ് ദേവിമ, ശ്രീ ഷാജിമോൻ, ഡോക്ടർ അനിൽകുമാർ എസ്, ശ്രീ രാജൻ തമ്പുരാൻ, ശ്രീമതി അമ്പിളി രവീന്ദ്രൻ, ശ്രീ കൃഷ്ണകുമാർ, ശ്രീമതി സഞ്ജന കൃഷ്ണകുമാർ, പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഇവിടെ എത്തിയ സജ്ജനങ്ങളെ, എനിക്കിവിടെ വന്നപ്പോഴും ഇവിടെ ഇരുന്നപ്പോഴും പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയൊക്കെ വാക്കുകൾ കേട്ടപ്പോഴും വളരെ സന്തോഷം തോന്നി. ഘടനാപരമായി സുശക്തമായ സുസംഘടിതമായ ഒരു കൂട്ടായ്മ, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും വളരെ കൗതുകം തോന്നി. ഈ നഗർ ഹൗസ്ഫുള്ളാണ് എന്നാണ് പറയുന്നത്. വാടകയ്ക്ക് പോലും വീട് കിട്ടാനില്ല. ആളുകൾ ഈ നഗറിലേക്ക് വരാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെ മറ്റെങ്ങും കാണാത്ത പ്രത്യേകതകളാണ്. നമ്മുടെ നാട്ടിൽ ഈ നഗറിൻ്റെ സംസ്കാരം വന്നപ്പോൾ എല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷനുമുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കൂട്ടായ്മകളുണ്ട്. പലയിടത്തും ഞാൻ പലപ്പോഴും പോയിട്ടുമുണ്ട്. പക്ഷേ ഈ 31ാം വാർഷികം ആഘോഷിക്കുകയും അതിലിത്രയും അച്ചടക്കത്തോടെ മാതൃകാപരമായി വന്നിരിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. മനുഷ്യർ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന, തന്നിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പൊതുവെ നമ്മൾ കുടുംബ കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുടുംബ സംഗമങ്ങളൊക്കെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാം പറയും, കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് എന്ന്. പക്ഷേ ഓരോ കുടുംബത്തിലും അതിനകത്തും ഈ കൂട്ടായ്മ പലപ്പോഴും ഇല്ല. ഞാൻ പല മീറ്റിങ്ങുകളിലും പറഞ്ഞ ഒരു കാര്യമാണ്, മുമ്പൊക്കെ നമ്മൾ ഭക്ഷണ സമയത്ത് ഒരുമിച്ച് ഒരു തീന്മേശയ്ക്ക് ചുറ്റും കൂടുമായിരുന്നു. അച്ഛൻ ഒരു സീറ്റിലിരിക്കും, മറ്റുള്ളവരെല്ലാം ചുറ്റുമിരിക്കും. അമ്മ വിളമ്പി കൊണ്ട് അവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അമ്മയും കൂടെ ഇരിക്കും. അത് ആ വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒത്തൊരുമയുടെ ഒരു മുഹൂർത്തമാണ്. അപ്പോഴാണ് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത്. മകൻ്റെ ട്യൂഷനെ കുറിച്ച്, മകളുടെ പുതിയ കോഴ്സിനെ കുറിച്ച്, വരുന്ന ഞായറാഴ്ച ബന്ധുവിൻ്റെ വിവാഹമുണ്ട്, അതിന് പോകുന്നതിനെ കുറിച്ച്, ഇങ്ങനെ കുടുംബത്തിൻ്റെ സ്പന്ദനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണത്. ഇപ്പോൾ പല വീടുകളിലും അങ്ങനെ തീന്മേശയ്ക്ക് ചുറ്റും കൂടുന്നില്ല എന്നാണ് അറിയുന്നത്. വല്ലാതെ മനുഷ്യൻ ചുരുങ്ങിപ്പോയി. ആത്മാർത്ഥത നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലം. എല്ലാവർക്കും പരാതിയാണ് പറയാനുള്ളത്. മുതിർന്നവർക്ക് യുവജനങ്ങളെ കുറിച്ചും യുവജനങ്ങൾക്ക് മുതിർന്നവരെ കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ വനിതാ ജയിലിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. നമ്മുടെ
അനുഗ്രഹീത കലാകാരനും സംഘാടകനുമൊക്കെയായ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി ആ വേദിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം തൻ്റെ ഒരു അനുഭവം ആ ജയിലിലെ അന്തേവാസികളുമായി പങ്കുവച്ചു. അത് മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന ഒന്നായി. വിയൂർ സെൻട്രൽ ജയിലിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരിക്കൽ സന്ദർശിച്ചു. ഇത്ര സെൻട്രൽ ജയിലും അതുപോലെ ചിത്തരോഗ ആശുപത്രിയും ഒക്കെ നമ്മൾ പോയി കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പലരും പറയും ക്യാൻസർ വാർഡിൽ പോയി നോക്കണം, ജീവിതത്തിൻ്റെ തിക്തമായ, ദയനീയമായ, നശ്വരമായ രംഗങ്ങൾ അവിടെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ മാറും എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയുന്നത് ചിത്തരോഗ ആശുപത്രികളിൽ, ഭ്രാന്താശുപത്രികളിൽ, അതുപോലെ ജയിലുകളിലൊക്കെ നമ്മൾ അവരുടെ അനുവാദത്തോടെ പോകാവുന്നതാണ്. ആരോഗ്യവകുപ്പിലുണ്ടായിരുന്ന കാലത്ത് എല്ലാ ആശുപത്രികളിലും ഒരു കേന്ദ്ര ടീമുമൊത്ത് പോകാനുള്ള അവസരം കിട്ടി. ദുഃഖത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, ഏകാന്തതയുടെ തീവ്രത നിറഞ്ഞ സെൽ മുറികളിൽ കഴിയുന്ന സഹോദരങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ അവരെല്ലാം കൂടെ ഇതുപോലൊരു ഹാളിൽ കൊണ്ടിരുത്തിയിട്ട് അവരിങ്ങനെ നിസ്സഹായരായി അവരുടെ ആ യൂണിഫോം പോലെയുള്ള വസ്ത്രം ധരിച്ച്, എന്നാൽ അപൂർവമായി ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വായു കിട്ടുന്നത് കൊണ്ടുള്ള സന്തോഷം പങ്കുവെച്ച് അവരിയ്ക്കുമ്പോൾ ഇദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. വിയൂർ സെൻട്രൽ ജയിലിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ടു. 65 മേൽ പ്രായമുണ്ട്. കണ്ടാൽ തന്നെ ഒരു ആഠ്യത്വമുണ്ട്. തന്നെയും എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, എല്ലാവരും ആദരവോടെ പെരുമാറുന്നു. ചേട്ടനെന്നും ആ മട്ടിലുള്ള സ്നേഹനിർഭരമായ വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്. പുറത്തിറങ്ങിയപ്പോൾ ചീഫ് വാർഡനോട് ചോദിച്ചു. അപ്പോൾ ചീഫ് വാർഡൻ പറഞ്ഞു, ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ല, ഇദ്ദേഹം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആൾ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. അതെങ്ങനെ? അത് ഇദ്ദേഹം വളരെ മാതൃകാപരമായി സാത്വികനായി ജീവിച്ച ആളാണ്. ഇദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളുമാണ്. മൂത്തത് മകനാണ്. ആ മകനെ ഉന്നത വിദ്യാഭ്യാസം നൽകി പ്രതീക്ഷയോടെ വളർത്തി. അയാൾ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച് അങ്ങനെ വരുമ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽപ്പെട്ട് അയാളൊരു കൊലക്കേസ് പ്രതിയായി മാറി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വന്നപ്പോൾ അയാളുടെ പേരിൽ കേസും മറ്റുമൊക്കെ വന്ന് അയാളുടെ ജീവിതം കുടുങ്ങും എന്ന് തോന്നിയപ്പോൾ, അയാളുടെ ഭാവി ഇരുളടയുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഈ അച്ഛൻ ആ കുറ്റമേറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ചെയ്തത്. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു ജീവപര്യന്തം. നോക്കണം, 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ജീവപര്യന്തം എന്നൊക്കെ പറയുമ്പോൾ അത് ജീവപര്യന്തം തന്നെയാണല്ലോ. അങ്ങനെ അദ്ദേഹം ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും അറിയാം അദ്ദേഹം കുറ്റവാളിയല്ല, നല്ലവനാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ദൈവികതയുടെ പരിവേഷമുണ്ട്. ശാന്തമായി പ്രാർത്ഥനയോടെ അദ്ദേഹം അവിടെ കഴിയും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, തൻ്റെ മകൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാണ്, പ്രതീക്ഷകളാണ്. അങ്ങനെ അവർക്ക് വേണ്ടി എരിഞ്ഞടങ്ങുന്ന ത്യാഗോജ്വലമായ ഒരു ജീവിതം. കേട്ടപ്പോൾ അദ്ദേഹത്തോട് വലിയ മതിപ്പ് തോന്നി. അദ്ദേഹം മുന്നോട്ട് നടക്കുമ്പോൾ സൂപ്രണ്ട് പറഞ്ഞു, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തെ അന്വേഷിച്ച് കുടുംബത്തിൽ നിന്ന് ആരും വരാറില്ല, ഒരാളും വരാറില്ല.
ഈ മകൻ തീരെ വരാറില്ല. എന്തോ അവർക്കതൊരു അപമാനം പോലെയാണ്. കുടുംബനാഥൻ ജയിലിൽ കിടക്കുന്നു എന്ന് പറയുന്നത് അപമാനം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന ആഴ്ച ഈ മൂത്ത മകൻ്റെ കല്യാണമാണ്. ഇദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല, ഇവിടെ വന്ന് ക്ഷണിച്ചിട്ടില്ല, പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി ഇപ്പോഴും അയാളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനാനിരതനായി കഴിയുകയാണ്. അപ്പോൾ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി ആ സൂപ്രണ്ടിനോട് പറഞ്ഞു, ഒരിക്കലും അദ്ദേഹം ഇത് അറിയാനിടവരരുത്. ഇടവന്നാൽ ആ നിമിഷം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു പോകാം. നോക്കണം, മനുഷ്യത്വമില്ലായ്മയുടെ ഏറ്റവും ക്രൂരമായ ഒരു മുഖം. ഇതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രം. നമ്മൾ മുമ്പ് പറയും, ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ അത് കുറയും, സുഖം പങ്കുവയ്ക്കുമ്പോഴോ കൂടും. അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അത് കുറയുകയാണ്. ഇപ്പോൾ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ, പെട്ടെന്ന് സ്ട്രോക്കോ അറ്റാക്ക് വന്ന ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പലരും അന്വേഷിക്കും, തൊട്ടടുത്ത ആൾക്കാരൊക്കെ അന്വേഷിക്കും, എന്തായി. ആരെങ്കിലും ആശുപത്രിയിൽ നിന്ന് വന്നാൽ ഇവർ ഓടിച്ചെല്ലും, എന്തായി, ICUവിലാണ്. പിന്നെയും അന്വേഷിക്കും, വെന്റിലേറ്ററിലാണ്, പിന്നെ പറയുന്നിരിക്കട്ടെ, ഇല്ല വാർഡിൽ കൊണ്ടുവന്നു. അയാളുടെ ആകാംക്ഷ തീർന്നു, അയാളുടെ ജിജ്ഞാസ തീർന്നു, ഇനി അതിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഈ തരത്തിലുള്ള ഒരു മനസ്സ് പലരെയും ഭരിക്കുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. സോഷ്യൽ മീഡിയ നോക്കാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് താടി വളർത്തിയ ഒരു മനുഷ്യൻ്റെ, വളരെ താടി വളർത്തിയ ഒരു ഭർത്താവിൻ്റെയും ശ്രീവിദ്യയുടെ ഛായയാണെന്ന് ചിലർ പറയുന്നു, ഉണ്ണിമേരിയുടെ ഛായയാണെന്ന് വേറെ ചിലർ പറയുന്നു, രണ്ടും ചേർന്നതാണെന്നും പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയുടെയും വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു കൗതുകത്തിന് ഞാൻ നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കാണുന്നത്. വേറെ എന്തെല്ലാം കാണാനിരിക്കും, വേറെ എന്തെല്ലാം മനസ്സിലാക്കാനിരിക്കുക സോഷ്യൽ മീഡിയയിൽ. ഇതൊക്കെയാണ് ആളുകൾ കാണുന്നത്. അതോ അവരുടെ ഓരോ നിമിഷങ്ങളും, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും, വിവാഹം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, അവരെ ഒന്ന് സ്വസ്ഥമായി വിട്ടുകൂടെ? അവരും അത് ഒരു രസമായിട്ട് എടുത്തോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആ മട്ടിൽ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുവാനും അതിനെ തെളിഞ്ഞു നോക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സ്, അങ്ങനെ ഒളിഞ്ഞു നോക്കിയവർ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രം കണ്ടിരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം പുറകോട്ട് പോയിരിക്കുന്നു. നമ്മൾ വികസനത്തെക്കുറിച്ച് പറയുന്നു, സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ സംസ്കാരം ചെന്ന് നിൽക്കുന്നത് ഇതുപോലെയുള്ള അധമമായ അവസ്ഥകളിലാണ്. പണ്ട് 2 സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ച് എവിടെയോ അത്യാവശ്യമായിട്ട് പോവുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതോ കോടതിയിൽ ഹാജരാകാൻ പോവുകയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ അവർ നാട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്, ഇടവഴികളിലൂടെ പോവുകയാണ്, ഇപ്പോഴെങ്ങുമല്ല മുമ്പ്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കൂറ്റൻ മതിൽക്കെട്ട്, ആ മതിൽക്കെട്ടിൻ്റെ ഭാഗത്തൂടെ 2 പേരും പോകുമ്പോൾ അതിനകത്തൊരു ശബ്ദം, 17 എന്നൊരു ശബ്ദം. ഒരുത്തനങ്ങ് നിന്നു. എത്ര എന്ത് പറഞ്ഞാലും 17 ആണല്ലോ. ഒരാളങ്ങ് നിന്നു. അയാൾ പറഞ്ഞു, 17 എന്ന് പറയുന്നു,
അയാൾ പറഞ്ഞു 17 37 ആകട്ടെ, നമുക്ക് പെട്ടെന്ന് പോകാം, കോടതിയിൽ ഇന്ന് ഹാജരാകേ പറ്റുമോ, അല്ലെങ്കിൽ സമൻസ് ആവും. ഇവൻ പറഞ്ഞു 1 സെക്കൻഡ്. അവിടെ ആ മതിലൊരു സുഷിരമുണ്ട്. അത് സുഷിരത്തിലൂടെ നോക്കിയാൽ അതിനുള്ളിൽ എന്താണെന്നറിയാം, എന്ത് 17 അറിയാം. ഇനി മധുര 17 ആണോ? ഇയാൾ വളരെ പണിപ്പെട്ട് കണ്ണുകൾ അതിനകത്തേക്ക് വെച്ചപ്പോഴേക്കും ഒരു കമ്പ് വന്നൊരു കോല് വന്നൊരു കുത്തും, ആ വെച്ച കണ്ണങ്ങ് പോക്കും. വല്ല കാര്യമുണ്ടോ? കണ്ണു പോയി. അയാൾ നോക്കുമ്പോൾ ഉണ്ട് 18 എന്ന് പറയും. ഇതിനു മുമ്പ് ഇയാളെയും കൂട്ടി 17 പേര്, ഇയാളെയും ചേർത്ത് 18 പേര് ഈ വിധത്തിൽ എത്തി നോക്കിയവരാണ്. മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് കിട്ടേണ്ടത്. നമ്മുടെ കുടുംബത്തിനകത്ത് സ്നേഹത്തിൻ്റെ പരാഗരേണുക്കൾ പ്രസരിക്കേണ്ടതാണ്. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ചേരുന്ന കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ സമൂഹം ഉണ്ടാകുന്നത്, നമ്മുടെ നഗരങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ രാഷ്ട്രം നിർമ്മിക്കപ്പെടുന്നത്. നമ്മൾ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോഴില്ല, അബ്ദുൽ കലാമിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഉദ്ബോധനങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അബ്ദുൽ കലാമിനോട് ഒരിക്കൽ ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു, സ്മൈൽ പ്ലീസ്, ചിരിക്കൂ. ഫോട്ടോഗ്രാഫർമാർ അങ്ങനെയാണ്, എല്ലാവരെയും ചിരിപ്പിച്ചിട്ടേ ഫോട്ടോ എടുക്കും. ചിരിക്കൂ. അവരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. കല്യാണം കാണാൻ നിവൃത്തിയില്ല, ഉദ്ഘാടനങ്ങൾ കാണാൻ നിവൃത്തിയില്ല, VIP ഫങ്ഷൻസ് ഒന്നും കാണാൻ നിവൃത്തിയില്ല. അവരിങ്ങനെ വളർന്നു നിന്നു. കാരണം അവർക്ക് ഈ ചിത്രം എടുത്തേ തീരുള്ളൂ, അതുകൊണ്ട് കൊടുത്തേ തീരുള്ളൂ. അപ്പോൾ അവിടെ നേരത്തെ വന്നിരിക്കുന്നവരുടെ അവസ്ഥ, ഇടയ്ക്ക് ഷീല, നമ്മുടെ സിനിമാ നടി ഷീല പങ്കെടുത്തൊരു ചടങ്ങുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു വേദിയിൽ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫർമാരുടെ നേർക്ക് വളരെ ആസുരമായിട്ടാണ് അവിടെ ഇരുന്നവർ പെരുമാറിയത്. അവർ പിന്നെ ഇരുന്നാണ് എടുത്തത്. അപ്പോൾ ഈ അതിലൊരു ഫോട്ടോഗ്രാഫർ നമ്മുടെ അബ്ദുൽ കലാമിനോട് പറഞ്ഞു, സർ സ്മൈൽ പ്ലീസ്, കലാം സാർ സ്മൈൽ പ്ലീസ്. അദ്ദേഹം പറഞ്ഞു, വൈ ഷുഡ് ഐ സ്മൈൽ? ഞാനെന്തിന് ചിരിക്കണം? യു ഷുഡ് മേക്ക് ദ നേഷൻ ലവ്. ഈ രാഷ്ട്രത്തെ ആദ്യം നിങ്ങൾ ചിരിപ്പിക്കൂ. രാഷ്ട്രം ചിരിക്കണമെങ്കിൽ രാഷ്ട്രത്തിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്നേഹമെന്ന് പറയുന്ന മന്ത്രം കൊണ്ട് മഹോന്നതമാകണം. ഇവിടെ പറഞ്ഞുവല്ലോ ആമുഖത്തിൽ, ഇവിടെ മതഭേദങ്ങളില്ല, രാഷ്ട്രീയ ഭേദങ്ങളില്ല, മറ്റ് സങ്കുചിത ചിന്തകളില്ല. എത്ര മോഹനമായ സുന്ദരമായ ഒരു അവസ്ഥയാണത്. ഈ ചിന്തകളെല്ലാം മനുഷ്യരുടെ മനസ്സിലാണ്. അടുത്ത വീടുമായി നമ്മൾ വിഭജിച്ചുകൊണ്ട് മതിൽ കെട്ടും, മതിലുകൾ. ആ മതിലുകൾ കൊണ്ട് വിഭജിച്ച മതിലിൻ്റെ പേരിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്, ഇഞ്ച് സ്ഥലത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒക്കെ പേരിൽ. അങ്ങനെ മതിലുകൾ കെട്ടിയിട്ട് കൊച്ചു കൊച്ചു പ്ലോട്ടുകളിൽ മതിലുകൾ കൊണ്ട് അത് ഭദ്രമാക്കിയിട്ട് നമ്മൾ മരങ്ങൾ നടുന്നു, ചെടികൾ നടുന്നു. പലരും ഇപ്പോഴത്തെ കൃഷി എന്ന് പറയുന്ന മതിലിൻ്റെ അടുത്താണ്, അതിരുകളിലാണ് കൃഷി. ഏറ്റവും അതിരിൽ കൊണ്ട് പ്ലാവ്, മാവ്, തെങ്ങ് ഒക്കെ കൊണ്ടുവച്ചു, അവിടെ വയ്ക്കാൻ സ്ഥലവുള്ളൂ. അങ്ങനെ വിഭജിക്കപ്പെട്ട് മരങ്ങൾ നട്ട് വളർത്തുമ്പോൾ ഇവരിങ്ങനെ അവരുടേതാണ്, ഇത് എൻ്റേതാണ്, ഇത് അവൻ്റേതാണെന്ന് പറഞ്ഞ് മതിലിന് വീണ്ടും പൊക്കം കൂട്ടി വിഭജിച്ച് അത് സ്വന്തമാക്കി സുരക്ഷിതമാക്കി വയ്ക്കുമ്പോൾ ഇവർ വെച്ച ഈ മരങ്ങളുടെ വേരുകളുണ്ടല്ലോ, ആ വേരുകൾ ഇതിനടിയിലൂടെ അപ്പുറത്ത് ചെല്ലുകയും അപ്പുറത്തെ മരത്തിൻ്റെ വേരുകളുമായി ആലിംഗനബദ്ധരാവുകയും ചെയ്യും. അത് ഇവരറിയുന്നില്ല. അപ്പുറത്ത് ചിലപ്പോൾ അളിയനായിരിക്കും താമസിക്കുന്നത്. അളിയനായതുകൊണ്ട് കുറച്ചുകൂടെ പൊക്കത്തിൽ മതിൽ കെട്ടിയിരിക്കുകയാണ്. മരങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക് ഈ പറയുന്ന ഭേദചിന്തകൾ ഒന്നുമില്ല. നമുക്ക് അതിർത്തികളുണ്ട്. അതിർത്തിയിൽ നമുക്ക് പല സ്റ്റേഷനുകളുണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി ഭേദിച്ച് പോകാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്.
ഇങ്ങനെ സംവിധാനങ്ങൾ ഉറപ്പിക്കുമ്പോഴും ആകാശത്തിലൂടെ, ഇന്ത്യയുടെ ആകാശത്തിൽ നിന്ന് ഇവരുടെ മുകളിൽ കൂടി പാകിസ്ഥാൻ്റെ ആകാശത്തിലേക്ക് പക്ഷികൾ പറന്നു പോകുന്നു. അവിടെ നിന്നും പക്ഷികൾ ഇങ്ങോട്ടും പറക്കുന്നു. അവർക്ക് ഭേദചിന്തയില്ല. അപ്പോൾ ഈ കുടുംബത്തിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് കലാം സാഹിബിനെ കുറിച്ചാണല്ലോ. APJ അബ്ദുൽ കലാം, പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലെ ഒരു സംഭവമുണ്ട്. നമ്മുടെ രാമേശ്വരത്തെ കടൽ തീരത്താണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. ഒരു സാധാരണ കുടുംബം. അപ്പോൾ അവരുടെ അത്താഴത്തിന് എന്നും അമ്മ ഒരുക്കുന്നത് റൊട്ടിയാണ്. റൊട്ടിയും ഒരു കറിയും. ഈ റൊട്ടിയാണെങ്കിലോ ചിലപ്പോൾ വല്ലാതെ കരിഞ്ഞു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ശരിക്ക് പാകം ആയി കാണത്തില്ല. അങ്ങനെ എന്തായാലും അപാകതകളുള്ള ഒരു അത്താഴമായിരുന്നു. പക്ഷേ അബ്ദുൽ കലാം എന്ന ബാലനും ആ വീട്ടിലെ കുട്ടികളും ഈ റൊട്ടി കണ്ടിട്ട് ഇതെങ്ങനെ കഴിക്കുമെന്ന മട്ടിലിരിക്കുമ്പോൾ അച്ഛൻ പറയും, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയും, കലാമിൻ്റെ അമ്മയോട് പറയും, ആ മനോഹരമായിരിക്കുന്നു, ഇന്നലത്തേക്കാൾ നന്നായിരിക്കും, നല്ല രസമുണ്ട്, കഴിക്ക് കലാം കഴിക്ക്, നല്ല രസമുണ്ട്. ഇങ്ങനെ ഇദ്ദേഹം റൊട്ടി മോശമാകും തോറും നല്ല പ്രശംസാവചനങ്ങൾ പറയുന്നു. ഒരു ദിവസം രാത്രി അച്ഛനോടൊത്ത് കിടക്കുമ്പോൾ കലാം ചോദിച്ചു, അച്ഛാ സത്യം പറയണം, ഇന്നത്തെ റൊട്ടി കൊള്ളാമായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു എന്നൊരു വാക്കുണ്ട്. എന്ത് ചോദിച്ചാലും നമ്മുടെ മക്കൾ പരീക്ഷ എഴുതിയിട്ട് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു വാക്കാണ് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നത്. അതെന്ത് മനസ്സിലാകാനാണ്? എൻ്റെ മകൻ പറയുന്നത് കുഴപ്പമില്ലായിരുന്നതല്ല, കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ്. അത് കുറച്ചുകൂടെ അപകടകരമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, പോട്ടെ. ഇന്നലത്തെ റൊട്ടിയോ? ഇന്നലത്തെ റൊട്ടിയും കൊള്ളാം, നന്നായിരുന്നു. അച്ഛൻ സത്യമായിട്ട് പറയണം, ഇന്നലത്തെ റൊട്ടിയും കൊള്ളില്ല, ഇന്നത്തെ റൊട്ടിയും കൊള്ളില്ല, ഈ അമ്മ ഉണ്ടാക്കുന്ന ഒരു റൊട്ടിയും കൊള്ളില്ല, അല്ലെങ്കിൽ തന്നെ റൊട്ടി മാത്രമേ ഉള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞു, മോനെ, അമ്മ അതിരാവിലെ എഴുന്നേൽക്കും, 4 മണിക്ക് തന്നെ എഴുന്നേൽക്കും. നമ്മളൊക്കെ അപ്പോൾ ഉറങ്ങുകയാണ്. 5:30 മണിയാവുമ്പോൾ എന്നെ ഒന്ന് വിളിക്കും ചായയുമായി. 6 മണിയാവുമ്പോൾ നിങ്ങളെയും ഉണർത്തും ചായയുമായി. ആ സമയം മുതൽ ഈ രാത്രി വരെ അമ്മ വീട്ടിൽ അധ്വാനിക്കുകയല്ലേ. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. അങ്ങനെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ജീവിക്കുന്ന അമ്മ വൈകുന്നേരമാകുമ്പോൾ, രാത്രിയാകുമ്പോൾ, അത്താഴം ഒരുക്കുമ്പോൾ ചിലപ്പോൾ മോശമായി പോയെന്നിരിക്കും. അതിന് കുറ്റം പറയാൻ പാടുണ്ടോ? അതിന് കുറ്റം പറയാൻ പാടുണ്ടോ? അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അല്ലാതെ റൊട്ടി അത്ര പോരാന്ന് എനിക്കും അറിയാം. പക്ഷേ അമ്മയുടെ ആ പ്രയത്നത്തിൻ്റെ വിലയാണ് നമ്മൾ മാനിക്കേണ്ടത്. ഈ ഒരു അച്ഛൻ പകർന്നു കൊടുത്ത ഈ ഒരു സംസ്കാരമുണ്ടല്ലോ, ഈ സംസ്കാരമാണ് ഒരു പക്ഷേ രാമേശ്വരത്തെ കടൽപ്പുറത്തെ ആ ബാലനെ ഇന്ത്യയുടെ നെറുകയിലെത്തിക്കുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ജീവിതചര്യയിലൂടെയും ഔദ്യോഗിക ബഹുമതികളിലൂടെയും എത്തിച്ചു. അപ്പോൾ ഒരു അച്ഛൻ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അമ്മയെ സ്നേഹിച്ചുകൊണ്ട്, കുടുംബത്തിൽ പ്രകാശം വിതറിക്കൊണ്ട്, സ്നേഹത്തിൻ്റെയും സുഗന്ധത്തിൻ്റെയും എല്ലാം ഒരു മസൃണമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അച്ഛൻ നിലകൊള്ളുമ്പോൾ കുട്ടികൾ സംസ്കാരത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുകയാണ്. ആ സംസ്കാരം എവിടെയെല്ലാം ഇല്ലാതെ പോകുന്നോ അവിടെയെല്ലാം തകർച്ചയുണ്ടാകുന്നു. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്നിപ്പോൾ അറിവുണ്ട്, ഒരു കുറവുമില്ല. അറിവുണ്ട്, പക്ഷേ തിരിച്ചറിവില്ല. വിജ്ഞാനമുണ്ട്, നമ്മുടെ വിരൽത്തുമ്പിൽ വിജ്ഞാനം അവൈലബിളാണ്, പക്ഷേ ജ്ഞാനമില്ല.
ആ ഒരു അവസ്ഥയിൽ കുടുംബത്തിൻ്റെ കൂട്ടായ്മയും കെട്ടുറപ്പും ഭദ്രമാകുന്നത് സ്നേഹത്തിൻ്റെ പരാഗങ്ങൾ അവിടെ പ്രസരിക്കുമ്പോൾ. നമ്മൾ കൂട്ടായ്മ എന്ന് പറയുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ മലയാളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ എൻ്റെ തൊട്ടടുത്തുണ്ട്, മുതിർന്ന സാഹിത്യകാരനാണ്. അദ്ദേഹം എൻ്റെ ചെവിയിൽ പറഞ്ഞു, സുദർശൻ, ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞാൻ ചോദിച്ചു, എന്താ ഉദ്ദേശിച്ചത്? ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ വേദിയിലിരിക്കുന്നവർ സംസാരിക്കുന്നത് പുതിയ സംസ്കാരം. സദസ്സിലിരിക്കുന്നവരുടെ കാര്യം പോട്ടെ, കാരണം അവർ വിചാരിക്കുന്നത് ആരും കാണുന്നില്ല എന്നാണ്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മൈക്കിന് മുന്നിൽ നിൽപ്പുണ്ട് എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇതേ സംസാരിച്ചപ്പോൾ ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ വേദിയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ, ഒരാൾ മൈക്കിന് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ വേദിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മര്യാദയല്ല. BJT ഹാളിൽ ഒരിക്കൽ ഈ നമ്മുടെ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനവിടെ പ്രസംഗിക്കുമ്പോൾ വളരെ പ്രഗത്ഭരായ ഭിക്ഷുക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. സദസ്സിന് കുഴപ്പമില്ല, വേദി ഇടയ്ക്കിടയ്ക്ക് നോക്കും, വലിയ കുഴപ്പമില്ല. എൻ്റെ പുറകെ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പ്രസംഗം നിർത്തിയത് അവരെഴുന്നേറ്റ് എനിക്ക് ഷേക്കാൻ്റെ വന്നു. 2 പേരും മാറി മാറിക്കുന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഈ പ്രസംഗത്തിൻ്റെ വീഡിയോ എനിക്ക് കിട്ടി. വീഡിയോ ഇട്ട് നോക്കിയപ്പോൾ ഉണ്ട് കുറേ നേരമായിട്ട് അവർ തമ്മിൽ ഒരേ സംഭാഷണമായിരുന്നു. എന്നിട്ട് ഒന്നും കേൾക്കാതെ വളരെ നന്നായിരുന്നു എന്ന് പറയുകയും ചെയ്തു. ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞുപോയി. അപ്പോൾ കൂട്ടായ്മ. അപ്പം ഇദ്ദേഹം എന്നോടിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. കൂട്ടായ്മ എന്ന് പറയുന്ന വാക്ക് ശരിയാണോ? എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കണം, കാരണം അവിടെ സംസാരിക്കുന്നത് ശരിയില്ല. പറഞ്ഞു കൂട്ടായ്മ ഒരു പരിധിവരെ ശരിയാണെന്ന് പറഞ്ഞു, എങ്ങും തൊടാതെ. ഒരു പരിധിവരെ കൂട്ടായ്മ ആവാം. അങ്ങനെയല്ല. വല്ലായ്മ എന്താ അർത്ഥം? സാറങ്ങ് ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ വല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ അല്ലേ? അതെ. ഇല്ലായ്മ എന്ന് പറഞ്ഞാലോ സാർ ഒരു നടക്ക് പോകുന്ന പോലില്ല, ഇല്ലാത്ത ഒരവസ്ഥ. പോരായ്മ എന്ന് പറഞ്ഞാലോ പോരാത്ത ഒരവസ്ഥ. ഇത് ക്ലാസ്സായി മാറി. പോരാത്ത ഒരവസ്ഥ. എന്നാൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാലോ കൂടാത്ത ഒരവസ്ഥ. ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു, അടുത്ത് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു. അങ്ങനെ ആ കൂട്ടായ്മ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ ഈ കൂട്ടായ്മ ശരിയാകണമെങ്കിൽ ഞാൻ പറഞ്ഞുവല്ലോ, സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകണം. ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞു, ഇവിടെ കണ്ട് ഒരു മരണം നടന്നപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്തത് ഇതിൻ്റെ ഭാരവാഹികളാണ്. നമ്മൾ കുറേ കൂടെ മുന്തിയ നാഗരികതയിലേക്ക് പോകുമ്പോൾ ഫ്ലാറ്റിൻ്റെ സംസ്കാരം അല്ലേ? ഫ്ലാറ്റുകളാണ്. ഇപ്പം തിരുവനന്തപുരം കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതോ രാജ്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ആ കിഴക്കൂട്ടത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ 2 സൈഡിലും നമുക്ക് പരിചയമില്ലാത്തൊരു ലോകം. അവിടെയെല്ലാം നമ്മുടെ ആളുകളാണ് താമസിക്കുമ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ, ലിഫ്റ്റ് തന്നെ 21ാമത്തെ നിലയിലൊക്കെയാണ് വില കൂടുതൽ. 22ാമത്തെ നിലയിൽ താമസിക്കുന്ന ഒരാൾ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഇവിടെ വരണം, ഇതിൻ്റെ ബാക്കിൽ അറേബ്യൻ സമുദ്രമാണ്. അറേബ്യൻ സമുദ്രം ഇങ്ങനെ അലയടിക്കുകയാണ്. നമ്മളിത് ഇവിടെ നമ്മുടെ കഴക്കൂട്ടത്തിന് ഇപ്പുറത്തേക്ക് ടെക്നോ പാർക്കിൻ്റെ ഭാഗത്ത് ഇടതുവശത്ത് അറേബ്യൻ സമുദ്രമാണ്. എനിക്ക് എത്ര മനപ്രയാസത്തോടെ വന്നാലും രാത്രി ആ ബാൽക്കണിയിലോട്ട് ഇറങ്ങി ലൈറ്റൊക്കെ അണച്ച് ഈ സമുദ്രത്തിൽ പോകുന്ന കപ്പലോ ബോട്ടോ അതിൻ്റെ ലൈറ്റും ഒക്കെ കാണുമ്പോൾ എല്ലാം മാറിപ്പോകും. ഇവിടെ വില കൂടുതലാണ്. ഞാൻ വാങ്ങിച്ചതിൻ്റെ ഇരട്ടി വില തരാമെന്ന് പറയുന്നു, ഞാൻ കൊടുക്കില്ല. അപ്പം അങ്ങനെ അത് ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് അത് സ്വർഗമാണ്. നമുക്ക് സ്വർഗം എന്ന് പറയുന്നത്
എന്താണ് പിന്നെ പഴയ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾക്ക് കുറച്ച് കൃഷി വേണം. മുന്നിൽ പഴയ ക്രോട്ടൺസ് എന്ന് പറയുന്ന ചെടികളുണ്ട്, പഴയ പല നിറത്തിലുള്ള ഇലച്ചാർത്തുകൾ നിറഞ്ഞ ചെടികൾ, പിന്നെ തുളസിത്തറ, പിന്നെ ഒരു സൈഡിൽ മുല്ലവള്ളി, പിന്നെ നമ്മുടെ വീട്, പൂമുഖം, പിൻവശത്ത് കിണറിൻ്റെ അടുത്ത് വളരുന്ന ചെടികൾ. ഇതൊക്കെ നമ്മുടെ പഴയ സങ്കല്പമായിരുന്നു. മുറ്റത്ത് സാരമേയം. സാരമേയം എന്ന് പറഞ്ഞാൽ ഞാനത് 4ാം ക്ലാസ്സിലാണ് വാക്ക് പഠിച്ചത്. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു വിടുമായിരുന്നു, എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനോട് ചോദിക്കണം, അല്ല ഇവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്തരുത്. അങ്ങനെ സാരമേയം എന്ന് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചോദിച്ചു, സാർ സാരമേയം എന്ന് പറഞ്ഞാൽ? ഈ അധ്യാപകർക്ക് എന്നും ഒരുപാട് ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ അത്ര ഇഷ്ടമല്ല. അതൊരു സത്യമാണ്. കാരണം വലയ്ക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കളയും. ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, സാരമേയം എന്ന് പറഞ്ഞാൽ? സാർ എന്നെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, മേലാകവേ ചെള്ളിളകി കിതച്ചും. ഞാനങ്ങ് ഇരുന്നു. സ്റ്റാൻഡപ്പ്. സ്ഥൂലാസ്ഥി പാർശ്വങ്ങളിൽ ഉയർന്നു നിന്നും കോലായിൽ ഏതാണ്ട് നമസ്കരിച്ച പോലായി കിടപ്പുണ്ടൊരു സാരമേയം. എന്താണ്? പട്ടി മേലാകവേ ചെള്ളിളകി കിതച്ചും സ്ഥൂലാസ്ഥി പാർശ്വങ്ങളിൽ ഉയർന്നു നിന്നും കോലായിൽ ഏതാണ്ട് നമസ്കരിച്ച പോലായി കിടപ്പുണ്ടൊരു സാരമേയം. ആ സാരമേയം അവൻ അഴിച്ചുവിട്ടാൽ അവൻ ആ പ്രദേശത്തൊക്കെ ഓടി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം അതായിരുന്നു സ്വർഗമെങ്കിൽ. ഇപ്പോൾ 22ാമത്തെ നിലയിൽ ലിഫ്റ്റിൽ ചെന്നിറങ്ങി മുറി തുറന്ന് ഷർട്ടൊക്കെ മാറ്റി ലൈറ്റൊക്കെ അണച്ച് അറേബ്യൻ സമുദ്രത്തിൽ തിരമാലകളെ നോക്കി നിൽക്കുന്നതാണ് സ്വർഗം എന്നെൻ്റെ സുഹൃത്ത് പറഞ്ഞു. പക്ഷേ ഇയാൾ ഈ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ഒരാൾ 7ാമത്തെ ഫ്ലോറിൽ ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നു. എന്തോ ഒരു ചെറിയ സംഭവം, ഒരു മരണത്തിൻ്റെ ഗന്ധം പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അവിടെ ഇറങ്ങണ്ടേ. ഇയാൾ ഇറങ്ങിയ താമസം ലിഫ്റ്റ് ക്ലോസ് ചെയ്തു. അവിടെ ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മുകളിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അവിടെ 7ാമത്തെ ഫ്ലോറിൽ എന്തോ. അത് സാറിൻ്റെ സുഹൃത്ത് നടക്കാനൊക്കെ പോകുമ്പോൾ കൂടെ വരാറില്ലേ നമ്മുടെ ശങ്കുണ്ണി ചേട്ടൻ. ശങ്കുണ്ണി ചേട്ടൻ നമ്മുടെ പ്രോഡക്റ്റ് ഫണ്ടിലെ രവികുമാറിൻ്റെ അച്ഛൻ. അതെ, മനസ്സിലായി. അദ്ദേഹം കടന്നുപോയി. ഇദ്ദേഹം പോകുന്നില്ല. ഇദ്ദേഹം TV ഓൺ ചെയ്തിട്ട് ശബ്ദം ഓഫ് ചെയ്തിട്ട് TV ഓൺ ചെയ്തിട്ട് ശബ്ദം ഓഫ് ചെയ്തിട്ട് ഫോണെടുത്ത് വിളിക്കുകയാണ്. ഹലോ, രവികുമാറല്ലേ? അവിടെ എന്താ എന്ത് പറ്റിയോടെ? അച്ഛൻ പോയി. ഈ മരണം പറയുന്നത് പലതരത്തിലാണ്. മരിച്ചു എന്നാലും പറയില്ല. അച്ഛൻ പോയി. മലബാറിലൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശല്യം കഴിഞ്ഞെന്നാണോ, വേളം കഴിഞ്ഞെന്നാണോ, മൊത്തം കഴിഞ്ഞെന്നാണോ? കഴിഞ്ഞു എന്നാണ് പറയുന്നത്. തീർന്നു എന്ന് പറയുന്നവരുണ്ട്. അത് തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു. തീർന്നു. അത് ഈ പറഞ്ഞ പോലെയാണ്. അച്ഛൻ പോയി. ഉടനെ ഇതിനൊക്കെ ഒരു സൗണ്ട് മോഡുലേഷൻ ഉണ്ട്. ആകാശവാണിയിലെ സൗണ്ട് ഹൈ ആർട്ടിസ്റ്റിനേക്കാളും വിദഗ്ധമായിട്ട് സംസാരിച്ചല്ലേ നമ്മുടെ ആളുകൾ. എപ്പോഴായിരുന്നു? ഏർലി മോർണിംഗ്. ഒരു ഗ്യാപ്പൊക്കെ ഇട്ട്, ഒരു പോസൊക്കെ ഇട്ട്. എന്തായിരുന്നു? അറ്റാക്ക്. ഞാൻ വരുന്നുണ്ട്. ഫിക്സ് ചെയ്തോ? ക്രിമേഷൻ ഫിക്സ് ചെയ്തോ? ആണ്. ഫിക്സ് ചെയ്തോ? ക്രിമേഷൻ ഫിക്സ് ചെയ്തോ? എപ്പോൾ എടുക്കുമെന്ന്? ചേട്ടൻ കൂടെ വന്നിട്ട്, അത് ശരി, ഞാൻ വരാം. ഇയാൾ വരത്തില്ല. പുതിയ സംസ്കാരമാണ്. അപ്പോൾ ഈ വിധത്തിലുള്ള, ഞാൻ നീട്ടുന്നില്ല, ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഇപ്പോൾ പല പ്രഭാഷകന്മാർക്കും ആകെ കയ്യടി കിട്ടുന്നത് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് എന്ന് പറയുമ്പോഴാണ്. എന്നിട്ട് ചുരുക്കിയിട്ട് 1 മണിക്കൂർ പിന്നെയും പോകും. ഇടയ്ക്കൊരു പ്രഭാഷകൻ പ്രസംഗിച്ചിട്ട് നോക്കുമ്പോൾ ആരുമില്ല. ഒരുപാട് പേര് കേൾക്കാനൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ നോക്കിയൊക്കെ പ്രസംഗിച്ച്. പ്രസംഗന്മാർ തന്നെ എല്ലാവരെയും നോക്കാറില്ല. ഞാനിപ്പോൾ എല്ലാവരെയും നോക്കുന്നുണ്ട്. പലരും എല്ലാവരെയും നോക്കാറില്ല. ഒരു സൈഡിലോട്ടേ നോക്കുള്ളൂ. അതേത് സൈഡാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളൊരു പ്രഭാഷകൻ ഈയിടയ്ക്ക് എന്തിനോ വേണ്ടി മുഖം വെട്ടിച്ചപ്പോൾ ഇപ്പുറത്തിരുന്ന ആരെയും കാണാൻ അവർ
നമുക്ക് വേണ്ടിയല്ലല്ലോ പുള്ളി പറയുന്നു. അപ്പോൾ ഒരു പ്രഭാഷണം ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ, പ്രഭാഷണമൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങനെ സംതൃപ്തനായിട്ട് നോക്കുമ്പോൾ ആരുമില്ല, ഒരാൾ നിൽക്കുന്നു. പുള്ളി ചോദിച്ചു, മൈക്ക് ഓപ്പറേറ്ററാണോ? അയാൾ പറഞ്ഞു, ഞാൻ മൈക്ക് ഓപ്പറേറ്റർ അല്ല, പിന്നെ അടുത്ത പ്രസംഗിക്കേണ്ട ആളാണ്. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, മറ്റേ പ്രൊഫസർ പറഞ്ഞ കൂട്ടായ്മയല്ല, യഥാർത്ഥ കൂട്ടായ്മയുടെ, സഹകരണത്തിൻ്റെ സ്തംഭങ്ങളായി, മാതൃകയായി അതിൻ്റെ പരിമളം പരത്തുന്ന ഈ നഗറിൽ, ഇലങ്കത്ത് നഗറിൽ വരാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു, ആനന്ദിക്കുന്നു. ഈ 32ാമത്തെ വർഷം ഈ കൂട്ടായ്മ ഇവിടെ നടക്കുന്നത് അത്യധികം ആഹ്ലാദകരമായ കാര്യമാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ അനർഘമായ ഈ സൗഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം.